ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസിലേക്ക് നമുക്ക് പോകാം. 95% സ്ത്രീകളും ഏതെങ്കിലും രീതിയിൽ സെക്സൽ ഹറാസ്മെന്റിന് വിധേയരാണവർ. ആധികാരികമായ കണക്ക് 99%-ലേറെ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്സൽ ഹറാസ്മെന്റിന് വിധേയരാണ്. മൂടി പിടിച്ചാണോ നടക്കുന്നത്? അല്ലല്ല, ശരീരത്തിന്റെ ഏകദേശ ഭാഗം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ശരീരത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അമേരിക്കയുടെ കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4,80,00,000 ജാരസന്താനങ്ങളുണ്ട് ആ നാട്ടിൽ. 4,80,00,000 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജാരസന്താനങ്ങളുണ്ട്, വ്യഭിചാര കുട്ടികളുണ്ട്. എങ്ങനെ വ്യഭിചാര കുട്ടികൾ ഇത്രമേലുണ്ടാകുന്നത്? സുലഭമായി വ്യഭിചാരം നടന്നിട്ട് എല്ലാവരും പുറത്തിട്ട് നടക്കാണോ? അല്ല, കണ്ണ് മാത്രം പുറത്ത് കാണാണോ? അല്ല. ഇപ്പോൾ പോലും ചില ചാനൽ ചർച്ചകളിൽ വർഗീയത ബാധിച്ച് ഇസ്ലാമോഫോബിയ ശക്തമായി സിരകളിൽ ഓടുന്ന ചില ആളുകളൊക്കെ പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് തൃപ്തിയാവണമെങ്കിൽ സുംബ ഡാൻസ് പർദ്ദട്ട് കളിപ്പിച്ചാൽ മതി എന്നാണ്. പർദ്ദ തന്നെ വേണമെന്ന് മതം നിഷ്കർഷിക്കുന്നേയില്ല. സുംബ ഡാൻസിൽ പർദ്ദയിടുന്നതോടുകൂടെ, നിസ്കാരക്കുപ്പ ഇടുന്നതോടുകൂടെ അതിന്റെ എല്ലാ പ്രശ്നം തീർന്നു എന്നും ഒരു മതസംഘടനയും പറയില്ല. അഴിച്ചിട്ട് നടക്കുന്നവരെ യൂറോപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 4,80,00,000 എന്ന് പറഞ്ഞാൽ 10-40 കോടി ജനങ്ങളുള്ള നാട്ടിൽ എത്രമേൽ വർധനമാണെന്ന് ആലോചിച്ചു. അഴിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ പാട്ടുപാട്. ഔദ്യോഗികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി ഘടകങ്ങൾ പുറത്തിറക്കുന്ന ക്യാമ്പസ് മാഗസിനുകളിൽ എന്തിനാ പെണ്ണെ നിന്റെ ശരീരത്തെ ഈ കരുത്ത ചാക്ക് മൂടി നടക്കുന്നത് എന്ന് ചോദിക്കുക. വൃത്തികെട്ട പാട്ടുകൾ ഈ സാസിൽ ഉദ്ധരിക്കാൻ പറ്റൂല. പുരുഷലിംഗത്തെ കുറിച്ച് പറയാം, അത് നിങ്ങൾക്ക് കിട്ടാനല്ലോ എന്ന് പറയാം. വൃത്തികെട്ട വരികൾ. നീ എന്ത് ചെയ്യണം? ഈ കരിമ്പടം ഊരിക്കളയണം. ഇതേ ഉദ്ധരിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ റെഡി ആയിട്ട് കാത്തിരിക്കണമെന്നാണ് ആ കവി പറയാതെ പറയുന്നത്. അപ്പോ ജനങ്ങൾ കൂടുന്നിടത്ത് സ്ത്രീകളെ നോക്കുന്നിടത്ത് പുരുഷന്മാരും പക്വത കാണിക്കാത്ത കാലം ഈ പീഡനം സഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വാർത്ത വായിക്കേണ്ടി വരിക തന്നെ ചെയ്യും. SYSന്റെ നേതാവല്ലല്ലോ പണ്ട് പറഞ്ഞത്. പ്രായോഗിക ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ പരിഗണിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി നായനാരാണ് പറഞ്ഞത് സ്ത്രീയുള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? മതതീവ്രവാദമോ അതോ 6-ാം നൂറ്റാണ്ടെന്നോ? പ്രായോഗികമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീയായിട്ട് നടക്കാത്തിടത്ത് സ്ത്രീ പീഡനം നടക്കും. അന്ന് കുറെ സ്ത്രീ പീഡനങ്ങൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പത്രസമ്മേളനം നടത്തി നായനാർ പറഞ്ഞതാണ് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത്? തിരുത്താൻ പോലും പാടില്ലെന്ന്, അഭിപ്രായം പറയാൻ പാടില്ലെന്ന്. അപ്പോഴേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറേണ്ടി വരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്ലാം ഫോബിയ ബാധിച്ച ആളുകൾ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിന്റെ പുരോഗതി തടസ്സപ്പെടും. ചില സ്വതന്ത്ര നിരീക്ഷകരുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ. അപ്പൊക്കമായൊരു മുദ്രാവാക്യം മുഴക്കി നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനക്കാർ അരിയും മലരും വാങ്ങിക്കോ, കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഞങ്ങൾ വെട്ടുംന്ന്. തീർത്തും അപക്വമാണ് ഈ മുദ്രാവാക്യം. മുസ്ലിം ഔദ്യോഗിക സംഘടനകളെല്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. അതിന് പുറമെ നിയമം നടപ്പിലാക്കാൻ വ്യക്തികൾക്ക് മതം സ്വാതന്ത്ര്യം നൽകുന്നേയില്ല. കൊല്ലാനും കൈവട്ടാനും ഒന്നും മതം സ്വാതന്ത്ര്യം നൽകുന്നില്ല. അങ്ങനെ ഏതോ ഒരു ന്യൂനപക്ഷമാകുന്ന സംഘടനക്കാർ അവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ പ്രവർത്തകരെ കൊല വിളിച്ചൊരു ഘട്ടത്തിൽ അവരും എന്തൊക്കെയും പറയണ്ടേ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞൊരു മുദ്രാവാക്യമാണിത്. അരിയും മലരും വാങ്ങിക്കോ, കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ അവരും തിരിച്ചു വിട്ടുന്നാണ് അതിന്റെ ആശയം. ഇപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കരൻ എന്ന് പറയുന്ന ഇസ്ലാം ഫോബിക്കായ മനുഷ്യൻ ഏത് ചർച്ചയിലും അത് മാത്രമേ അയാളുടെ നാവിൽ വരുള്ളൂ. വേറെയും കുറെ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉണ്ടായി. 5 നേരം നിസ്കരിക്കാൻ തൊപ്പി വെക്കണമെങ്കിൽ തല കാണൂല എന്ന് പരസ്യമായി മുദ്രാവാക്യവും പാട്ടുകൂടെ ഉണ്ടായി. അത് അദ്ദേഹം ഇതുവരെ കേട്ടതായിട്ട് നമുക്കറിയില്ല. 5 നേരം നിസ്കരിക്കാൻ പള്ളികൾ പലതും കാണില്ല എന്ന് പരസ്യമായി കേരളത്തിന്റെ തെരുവിലൂടെ ചില വിഭാഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു നടന്നു. അതുവരെ തീരെ സ്വാധീനിക്കുന്നേയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈവെട്ടി ഏതോ ആളുകൾ. ഈ പറഞ്ഞതുപോലെ മുസ്ലിം സംഘടനകൾ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന രീതിയിൽ അന്ന് തന്നെ അതിനാൽ അപലപിച്ചിട്ടുണ്ട്. അവരൊക്കെയും അതിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ ഇതുവരെയും തൊപ്പി വെക്കാൻ തല കാണില്ലെന്ന് പറയുമ്പോൾ
5 നേരം നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യം ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ അത് ആവർത്തിച്ച് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. റിയാസ് മൗലവി എന്ന പാവപ്പെട്ട മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് തലയെടുത്തു, ഒരു പ്രകോപനമില്ലാതെ പച്ചപ്പാവം ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പണ്ഡിതൻ. അത് ഇതുവരെയും ഏതെങ്കിലും ചർച്ചയിൽ വന്നോ? ഏതെങ്കിലും സാഹിത്യകാരൻ 1 ലക്ഷം രൂപ സംഭാവന കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക്, യുവതിയാകുന്ന ഭാര്യയ്ക്ക്, കുഞ്ഞുമക്കൾക്ക് സംഭാവന കൊടുക്കാൻ തോന്നിയോ? ഇല്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടി. ലോകത്ത് കോടികൾ ഒന്നിച്ചു വിശ്വസിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അവിടെ ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വിമർശനം പറഞ്ഞു എന്നുള്ളതല്ല, അധിക്ഷേപം പറഞ്ഞു എന്നതുമല്ല, ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതുമല്ല പ്രശ്നം. മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരമെഴുതേണ്ടതിന് ചോദ്യം നിർണയിച്ചപ്പോൾ ഏത് കുട്ടിയും വായിക്കണം, ഉത്തരം എഴുതണം. മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും, ജനാധിപത്യവാദിയും സൗഹൃദവാദിയും വർഗീയവാദിയും എല്ലാവരും ഉത്തരം എഴുതേണ്ട ഒരു പൊതു ചോദ്യ പേപ്പറിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വൃത്തികേട് എഴുതി പിടിപ്പിച്ചു. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൈവെട്ടാൻ ഏതെങ്കിലും വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഇത്രമേൽ വൃത്തികേട് എഴുതി പിടിപ്പിച്ച് പൊതുവിദ്യാലയങ്ങളിലൂടെ, കരിക്കുലത്തിലൂടെ അത് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം, എഴുതണം, നബിതങ്ങൾക്കെതിരെ തന്നെ പരീക്ഷ എഴുതണം എന്ന് ദൃഢമായി തീരുമാനിച്ച് ചോദ്യപേപ്പർ ഉണ്ടാക്കിയ ഈ അധ്യാപകൻ ചെയ്തത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മാനേജ്മെന്റ് തന്നെ നടത്തുന്ന ന്യൂമാൻ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ കോളേജുകാർ പുറത്താക്കിയതിന് ശേഷം ഉണ്ടായ അയാളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹം പറയുന്നുണ്ട്. വിഷാദം കൂടി വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഫിലോമിന എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു, ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് സങ്കടം തോന്നും, ഉണ്ട്, സത്യമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്ന് ആ കൈവെട്ട് ശരിയായില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഇപ്പോഴും ആ ഒരു കൈവെട്ട് മാത്രമാണ് സാഹിത്യ നായകരെന്ന് പറയുന്നവരുടെ മനസ്സിലുള്ളത്. ആരെങ്കിലും അതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കരുത്. അതിനെ ന്യായീകരിക്കുന്നേ ഇല്ല, അത് ശരിയല്ല, മതം അത് അംഗീകരിക്കുന്നേ ഇല്ല. എന്നാൽ പോലും മാരകമായ, ഒരിക്കലും ഒരു അധ്യാപകനിൽ നിന്ന് വന്നു പോവാൻ പാടില്ലാത്ത കുഴപ്പം പിടിച്ച ചോദ്യപേപ്പർ നിർമ്മിച്ചതിന് ഏതോ വികാരജീവികൾ അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായി ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. റിയാസ് മൗലവിയുടെ തലയെക്കാളും ന്യൂമാൻ കോളേജിലെ അധ്യാപകനാകുന്ന ജോസഫ് മാഷിന്റെ കൈപ്പത്തിക്ക് വിലയുണ്ടാകുന്നത് തീർച്ചയായും തിരുത്തേണ്ടതാണ്. ഇപ്പൊ സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രതികരണങ്ങളിലും ഇസ്ലാം സമം ഭീകരത എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ, നമ്മൾ ജീവിച്ച പരിചയമല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 7-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ കേരളത്തിലില്ലേ? അവരുടെ ഏതെങ്കിലും ഒരു തിരുത്ത് കാരണം കേരളത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? അവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നില്ലേ? അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനമായി അധ്വാനം ചെയ്തിട്ടില്ലേ?